അനധികൃതമായി നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും പുറത്താക്കാനുള്ള ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ ആഹ്വാനം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു ഡ്രൈവ് തന്നെ ഇതേ തുടർന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായും മുസ്ലിം ഡെൻസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലാണ് അവിടെയുള്ള പോലീസ്, ഡൽഹി പോലീസ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നത്. കാളിന്തി, ഗുഞ്ച്, ഉദ്ധം നഗർ, ഷഹീൻ ബാഗ്, ജാമിയ നഗർ എന്നിങ്ങനെയുള്ള ഈ ഭൂരിഭാഗം മുസ്ലിം പ്രദേശങ്ങളിലുമാണ് ഇവർ ഈ ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രൈവ് തുടങ്ങിയ അപ്പോൾ മുതൽ ഇപ്പോൾ നിങ്ങളെ കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് മുസ്ലിങ്ങളുടെ മുഴുവൻ അവിടെയുള്ള കണക്കെടുക്കുകയും അവർ അനധികൃതരാണോ എന്ന് പരിശോധിക്കുകയും അവരുടെ കയ്യിൽ അഭയാർത്ഥി കാർഡുണ്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആധാർ കാർഡെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മറ്റു മാധ്യമങ്ങൾ, അതായത് ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളെല്ലാം വലിയ നിലവിളിയുമായി ഇതിന് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പരിശോധിക്കുന്നത് എന്ന രീതിയിൽ ദ പ്രിന്റ് അടക്കമുള്ള മാധ്യമങ്ങൾ അഭയാർത്ഥികളുടെ കഥയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ താമസിക്കുന്ന കോളനികളിൽ അവർ എത്രത്തോളം കഷ്ടത അനുഭവിച്ചാണ് താമസിക്കുന്നതെന്ന് നോക്കൂ എന്നാണ് പ്രിന്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുട്പാത്തിലും ചേരിയിലും അനധികൃത കോളനികളിലുമാണ് ഇവർ താമസിക്കുന്നത് എന്നാണ് പ്രിന്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ സക്സേന ഡൽഹിയുടെ കർശന നടപടിയെടുക്കാൻ തുടർന്നാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. രേഖകളില്ലാത്ത ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഇവരെ നാട് കടത്തും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അനധികൃതരാണെന്ന് കണ്ടെത്താൽ ഫോറിൻ ആക്ട് പ്രകാരമായിരിക്കും ഇവരെ നാട് കടത്തുന്നത്. ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നുള്ള ഉലമമാരുടെ പ്രതിനിധികളടക്കം വന്നിട്ട് ഗവർണറോട് പറഞ്ഞിരുന്നു, അതായത് ഇവിടെ താമസിക്കുന്ന അനധികൃതരായിട്ടുള്ള റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും തിരിച്ചയക്കണമെന്ന്. കാരണം മുസ്ലിങ്ങൾക്ക് പോലും ഇവരെ കൊണ്ട് വലിയ രീതിയിലുള്ള ബാധ്യതയാണ്, വലിയ രീതിയിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ പോലും ഇവർ തട്ടിയെടുക്കുന്നുവെന്ന ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത്. ഇപ്പോൾ നടന്ന പരിശോധനയിൽ 20 പേർ അനധികൃതരായിട്ട് കുടിയേറിയവരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ പുറത്താക്കും. സമഗ്രമായ അഭയാർത്ഥി സ്റ്റാറ്റസ് നിർണയം ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് പോലീസ് അടക്കം അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അഭയാർത്ഥി കാർഡ് ലഭിക്കുന്നത് അഭയാർത്ഥിയായി ഒരാൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ UNHCR, ഇന്ത്യയിലെ UNHCR അവർക്ക് അഭയാർത്ഥി കാർഡ് നൽകുന്നു. അഭയാർത്ഥി നിർണയ സ്റ്റാറ്റസിന് ശേഷമാണ് അഭയാർത്ഥി കാർഡ് നൽകുന്നത്. ആ അഭയാർത്ഥി കാർഡ് കയ്യിലുള്ള ആർക്കും തന്നെ ഇവിടെ പുറത്തു പോകേണ്ട ആവശ്യമില്ല. കാരണം അവർ ഗവൺമെന്റിന്റെ റഡാറിനകത്തായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ കാർഡൊന്നുമില്ലാതെ അതിർത്തി കടന്നു വരുന്ന പല അഭയാർത്ഥികളും ഡൽഹിയിലും കേരളത്തിലും അടക്കം തമ്പടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ പെരുമ്പാവൂരൊക്കെ അതിന്റെ കോട്ടയാണ്. എന്നാലും നമ്മുടെ സർക്കാർ യാതൊരുവിധ നടപടികളും അതിനെതിരെ എടുക്കുന്നില്ല. അവർ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സർക്കാർ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ അഭയാർത്ഥികളെ പലരെയും റഡാറിനകത്ത് ഡൽഹി പോലീസ് ആക്കി കഴിഞ്ഞു. ഇനി ഇവരെ നാട് കടത്തുന്ന പ്രക്രിയകളാണ് നടക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.